ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ സവാള അരിഞ്ഞെടുത്താണ് ആഡ് ചെയ്യുന്നത്. സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിലോട്ട് ആഡ് ചെയ്യാൻ ഞാനിവിടെ 400 ഗ്രാം സവാളയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ടായിട്ട് 400 ഗ്രാം അളവിൽ തന്നെ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട് കേട്ടോ. അധികം അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ നിങ്ങൾ അരച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും ഒക്കെ ആവും കേട്ടോ ഈ ബിരിയാണി കഴിക്കുന്ന സമയം. ഇനി 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി വറുക്കാത്ത പച്ച മല്ലിപ്പൊടി വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. വറുത്ത മല്ലിപ്പൊടി ഉപയോഗിക്കരുത്. ഇനി ഇതിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ടവർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. ഇനി 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു കൈപ്പിടി അളവിൽ മല്ലിയില പുതിനയില കൂടി ആഡ് ചെയ്യാം. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മസാലയിലോട്ട്. ഇനി ഞാൻ ഒരു ചെറുനാരങ്ങ, ഈ ഒരു വലിപ്പത്തിലുള്ള ചെറുനാരങ്ങ നെടുകെ കീറിയെടുത്ത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. ചെറുനാരങ്ങ ഈ സമയം നമ്മൾ മസാലയിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആവും. ചെറുനാരങ്ങയുടെ കുരു കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളും ഈ തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം ഉണ്ടല്ലോ നന്നായിട്ട് കൈ ഉപയോഗിച്ച് ആദ്യം മിക്സാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഈ കാണുന്ന രീതിയിലെല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഇതിലോട്ടായിട്ട് 1/2 കപ്പ് അളവിൽ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സാക്കി എടുക്കണം. ഇത് തിരുമ്മി പിടിച്ച് ഇതിൽ നിന്ന് നമുക്ക് വെള്ളം വരുന്ന ആ ഒരു രീതിയിൽ വേണം നിങ്ങളിതിനെ തിരുമ്മി പിടിപ്പിക്കാൻ. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2.25 കിലോഗ്രാം അളവിൽ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ഉപയോഗിക്കണം കേട്ടോ ബിരിയാണിയിലോട്ടൊക്കെ നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിതിനെ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. അതേസമയം തന്നെ ഞാനിവിടെ അരി കുതിർക്കാനായിട്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കൈമ റൈസ് ഒരു 2 കിലോഗ്രാമാണ് ഉപയോഗിക്കുന്നത്. 2 കിലോഗ്രാം ചിക്കനിലോട്ട് 2 കിലോഗ്രാം അരി എന്ന അളവിൽ ഇതിനൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഞാനിവിടെ 200 ml അളവിൽ വെളിച്ചെണ്ണ ഒരു കാസ്റ്റ് അയൺ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇന്ന് ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ടായിട്ട് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഇതളുകളായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി കിട്ടും. ഇനി ഇതിലോട്ടായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മിൽമ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മിൽമ നെയ്യ് ഉപയോഗിച്ചാൽ നല്ലൊരു ഫ്ലേവർ ആവും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. കൂടുതൽ നെയ്യ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഒരു അളവിൽ മാത്രമാണ് നെയ്യ് ഈ ബിരിയാണിയിലോട്ട് ഉപയോഗിക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നെയ്യ് ഉപയോഗിക്കണുള്ളൂ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ നമ്മളിതിനെ വറുത്തെടുക്കണം കേട്ടോ.
ഈ ഒരു രീതിയിലായി കിട്ടിയാൽ ഞാനിത് കോരി മാറ്റി വെക്കാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ 2 ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഇത് കണ്ടില്ലേ വളരെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഞാൻ ഈ ഫ്രൈ ചെയ്തെടുത്ത ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരറ്റ് നമുക്കൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല, ഹോം മെയ്ഡ് ബിരിയാണി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. ഇനി 25 ഗ്രാം അളവിൽ റൈസിൻസും 25 ഗ്രാം അളവിൽ കാഷ്യൂ നട്ട്സും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ചിക്കൻ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് അടിയിലൊന്നും പിടിക്കാതെ. വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെള്ളത്തിൻ്റെ കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ചിക്കനിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു മസാലയും നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഈ സമയം വീണ്ടും ഞാനിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഞാനിവിടെ കുറച്ചധികം വെള്ളം അടുപ്പിലോട്ട് വെച്ച് നമ്മുടെ നേരത്തെയുള്ള ബിരിയാണി മസാലയിൽ നിന്ന് ഒരു പിഞ്ച് ബിരിയാണി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ടായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ റൈസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം ഉപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല രീതിയിൽ തിളച്ച് മറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതിനെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു 3/4 വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 80% വേവാവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതേ സമയം തന്നെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ടായിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയില, കറിവേപ്പില ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ സമയത്താണ്. എന്നിട്ട് ജസ്റ്റ് ഇതിനെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു ചട്ടക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇതിനെ മൂടി വെച്ച് നമുക്ക് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനേ. റൈസ് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ദം ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ബിരിയാണി മസാല ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഇതുപോലെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം, കൂമ്പിച്ചിട്ട് കൊടുക്കരുത്. ഇതുപോലെ പരത്തി വെച്ച് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസിൻസ്, ക്യാരറ്റ്, കുറച്ച് പുതിന, മല്ലിയില കൂടി ആഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ദം ചെയ്തെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ായിട്ട് വീണ്ടും റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാനൊരു 3-4 ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ നമ്മുടെ ഈ ബിരിയാണിയുടെ എല്ലാ ഭാഗത്തോട്ടും വരും. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തോട്ടും മിക്സായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒണിയൻ്റെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഴുവനായിട്ട് ആഡ് ചെയ്ത് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്ത് അതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ദം ചെയ്തെടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം വിറകടുപ്പിലാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ചിക്കനൊക്കെ അത്യാവശ്യം വെന്തതാണ്, എന്നാലും നല്ലൊരു ടേസ്റ്റ് ആവും കുറേ നേരം ദമ്മിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ. ഇനി ഞാൻ ദം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആദ്യം റൈസിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം റൈസ് ഇത് കണ്ടില്ലേ, അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ റൈസിനെ വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ കോരി മാറ്റി വെക്കണം. എന്നിട്ട് ആ ചിക്കൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നാൽ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള മസാലയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും നമുക്ക് കിട്ടും കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മയക്കം പോലെയൊക്കെ ഉണ്ടാവില്ലോ. സാധാരണ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു ഫീലിംഗും ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്